ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്ര നേരമായി ഇത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്? എന്തൊരു കഷ്ടമാണിത്. എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല എന്നുണ്ടോ? സോറി. എന്ത് പറഞ്ഞാലും ഒരു സോറി അങ്ങ് പറഞ്ഞോളൂ. അപ്പൊ അത് തീർന്നല്ലോ. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമല്ലേ നിങ്ങളുടെ വിവാഹം? അപ്പോ ആ കാര്യത്തില് നമ്മൾ എന്തെങ്കിലും കുറവ് വരുത്തുന്നത് ശരിയാണോ? അങ്ങനെ കുറവ് വന്നാ പ്രതാപനത് വിഷമാവും. അതുകൊണ്ടേ മോള് പെട്ടെന്ന് റെഡിയാവണം കേട്ടോ. വേണ്ട അമ്മായി, സോറി, എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. ഋതിക മോളെ, അമ്മായി പറയുന്ന കേൾക്ക്. വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിക്കല്ലേ. എനിക്ക് ദേഷ്യം വന്നാ ഞാനത് പ്രതാപനോട് പറയും. എന്നെ ദേഷ്യപ്പെടുത്തിന്ന് അറിഞ്ഞാ പ്രതാപൻ അത് വിഷമാവും. പ്രതാപനെ ഞാൻ വിളിക്കണോ അതോ നീ പോയി ഒരുങ്ങുന്നോ? അയ്യോ മാഡം, താല്പര്യം ഇല്ലെങ്കിൽ നിർബന്ധിക്കണ്ട. മാഡം എങ്ങനെ സന്തോഷമില്ലാതെ ഹൽദിക്ക് വന്ന് നിന്നാൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ടതല്ലേ? ഒരുപാട് ആൾക്കാരും വരും. ഒന്നുകൂടൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാൻ ഒന്നുമില്ല. അംബിക വിവാഹത്തലേന്ന് ഹൽദി നടത്താന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൽദി നടക്കും. നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവൾക്ക് മേക്കപ്പും ചെയ്യും. പിന്നെ ഇവളുടെ മുഖത്തുള്ള വിഷമമായിരിക്കുമല്ലോ ഇവളുടെ മുഖത്ത് പ്രകടമായി നിൽക്കുന്നേ. അത് അവളങ്ങ് മാറ്റിക്കോളും. ഇവള് ചിരിച്ചോണ്ട് വന്ന് നിൽക്കും. ഇത് അംബികയാ പറയുന്നേ. നിങ്ങൾ ഇവിടെ റെഡിയാക്കാൻ നോക്ക്. ശരി മാഡം. മാഡം ചെന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരും. മാഡത്തിന്റെ കഥകളൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അംബിക മാഡത്തിന്റെ സ്വഭാവം അറിയാലോ. അംബിക മാഡം സ്ഥിരമായിട്ട് ഞങ്ങളുടെ പാർലറിൽ വരാറുള്ളതാ. മാഡം ഒരു പ്രത്യേക ടൈപ്പാ. ഋതിക മാഡം ഉള്ളിലെ വിഷമങ്ങളൊക്കെ പുറത്തു കാണിച്ച് ഫംഗ്ഷന് വന്നു നിന്ന് കഴിഞ്ഞാൽ അംബിക മാഡം ചിലപ്പോ ഞങ്ങളെ എല്ലാരെയും വഴക്കു പറയും. ദയവ് ചെയ്ത് ഋതിക മാഡം കുറച്ചൊന്ന് ഹാപ്പി ആയിട്ട് നിക്കണം. എങ്കിലേ മേക്കപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. എടാ എവിടെയാടാ? സമയം എത്രയായി? നിങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് അവിടെ എന്തെടുത്തോണ്ടിരിക്കുവാ? എങ്ങനെ വരുന്നില്ലെന്നോ? ദേ വിഷ്ണു, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടോ. ചൂടാവല്ലേ? ഞാൻ ഒരു നമ്പർ ഉണ്ടല്ലേ. പിന്നെ നമ്പർ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ദിവസമായിട്ട് ഇടാ. നിനക്കൊക്കെ ഇപ്പോഴും കളിതമാശയാണോ? ഒരാളെ പൊട്ടനാക്കാൻ നിന്നെയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചൂടാവല്ലേ എളിയാ? നീ നമ്മളോട് ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് ചെറുതല്ലേടാ. അതെ അതെ. പിന്നെ അളിയ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? കുപ്പിയൊക്കെ ഉണ്ട്. നിന്റെ അമ്മയും അമ്മാവനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ? അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞ് പെർമിഷൻ ഒപ്പിച്ചോളാം. ഇപ്പൊ വേണ്ട, ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് മതി. അല്ലേലും ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫംഗ്ഷന് മുമ്പ് നിനക്ക് തന്നാ നീ എന്തൊക്കെ കാണിച്ചു വിട്ടൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പണ്ടല്ലടാ. പിന്നെ പണ്ട് അവസാനം നമ്മളൊന്ന് കൂടി ഓർക്കുന്നുണ്ടോ? അന്ന് നീ അവിടെ ഒപ്പിച്ചു വെച്ച പുകിലൊക്കെ എന്റെ പൊന്ന് ദീപക്കെ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അതൊക്കെ എന്റെ ഒരു തമാശയല്ലടാ. അല്ലെങ്കിലും ദീപകിന് എന്ത് തമാശയാവല്ലോ. ആഹാ, പഴയ കൂട്ടുകാരെല്ലാരും ഉണ്ടല്ലോ. ആന്റി, നമ്മുടെ ദീപകിന്റെ വിവാഹമൊക്കെ അല്ലേ? ദീപക് തലേന്ന് തന്നെ ഇവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത ഒരലമ്പ് ഒപ്പിച്ചേക്കരുത്. ആന്റി എന്ത് വർത്താനമായി പറയുന്നേ? ഇവൻ ഞങ്ങളെ നിർബന്ധിച്ചതാ പാർട്ടി തരാൻ, ട്രീറ്റ് തരാന്നൊക്കെ പറഞ്ഞ്. ഞങ്ങള് വേണ്ടെന്നല്ലേ ഇവനോട് പറഞ്ഞത്? അല്ലടാ ദീപക്കെ? അതെ, ഞാൻ വിശ്വസിച്ചു. എന്തെങ്കിലും എൻജോയ്മെന്റ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊക്കെ ഫംഗ്ഷൻ കഴിഞ്ഞ് മതി. ശരി ആന്റി. പിന്നെ എല്ലാം നോക്കിയും കണ്ടും വേണം. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അമ്മേ, ഋതിക എവിടെ? അവള് റെഡിയാവുന്നടാ. നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യേ.
ഇവനെ നന്നായിട്ടൊന്ന് ഒരുക്കി സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുവാ. അത് ഞങ്ങൾ ഏറ്റു ആന്റി. ശരി. ആ നിന്റെ പെണ്ണെന്ത് പറയുന്നു? അമ്മ പറഞ്ഞ കേട്ടില്ലേ, അവിടെ മേക്കപ്പ് ചെയ്യണം. അളിയാ, അവസാനം നീ ഒപ്പിച്ചെടുത്തു അല്ലേ? എന്തൊപ്പിച്ചെടുത്തെന്ന്? എടാ, നീ നടന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അതോർത്ത് നീ വിഷമിക്കുകയും വേണ്ട. ആദ്യം നിന്റെ വിവാഹ നിശ്ചയ ദിവസം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ വേലക്കാരൻ നിന്റെ പെണ്ണിനെ കൊണ്ട് പോവില്ലായിരുന്നു. ഞങ്ങൾ അവന്റെ കയ്യും കാലും തല്ലിയൊടിച്ചേനെ. ഇത്തവണയും ചിലപ്പോ വിവാഹത്തിന് മുമ്പ് അവന്റെ കയ്യും കാലും തല്ലിയൊടിക്കേണ്ടി വരൂടാ. അവനിപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ അളിയാ? പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ല. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ എനിക്കൊരു സമാധാനം ഇല്ലാത്ത. നീ പേടിക്കണ്ടാ, ഞങ്ങൾ ഇവിടെ ഇല്ലേ? ഞങ്ങൾ പറഞ്ഞില്ലേ, അവൻ നിൽക്കുന്നിടത്ത് നനങ്ങാതെ ഞങ്ങൾ നോക്കിക്കോളാം. അതിനാടാ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. വിവാഹത്തിന് നമ്മുടെ ബൗൺസേഴ്സ് എല്ലാവരും എത്തില്ലേ? പിന്നെ അതൊക്കെ സെറ്റാടാ, എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ദേ അളിയ, റൂമിൽ അച്ചാർ വല്ലതും ഉണ്ടോ? എന്തിന്? അല്ലളിയ, നിനക്കല്ലേ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിക്കാവൂ, ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. ശ്ശോ, ഒരു മാറ്റവും ഇല്ലല്ലോടെ. ശരി വാ, ഞാൻ കിച്ചണിൽ എന്തെങ്കിലും എടുപ്പിക്കാം. നടക്ക്. കൃതിക മാഡം, ഒരു ഫൈനൽ ടച്ച് കൂടെ. മതിയളിയാ. പുതുമണവാളൻ കളറായ മാത്രം പോരാ, പെണ്ണെടുത്ത് വന്ന് നിൽക്കുമ്പോഴേ അവക്ക് നല്ല അട്രാക്റ്റീവായ സുഗന്ധവും കിട്ടണ്ടേ? ഒന്ന് പോടാ. ചെക്കന് നാണം വന്നല്ലോ. പിന്നെ നാണം. പെണ്ണിന്റെ കാര്യത്തിലേ ദീപക് എന്നാടാ നാണം കാണിച്ചിട്ടുള്ളത്? നീ ആ സ്പ്രേങ് വെച്ച. ഓ, ദേ വെച്ചു. അളിയ, ദീപക്കേ, ഹണിമൂൺ എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചോ? ഇല്ലടാ. എങ്കിൽ നിന്റെ ഹണിമൂണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യും. നിന്റെ ഡ്രീം പ്ലേസ് ഏതാണെന്ന് പറഞ്ഞാ മതി. എവിടേക്കാണെങ്കിലും എത്ര ചെലവായാലും ഞങ്ങൾ നോക്കാളിയാ. സ്റ്റേറ്റ്സോ ദുബായിയോ എവിടെയെന്ന് വെച്ചാ പറയളിയാ. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അവളെയും കൊണ്ടൊരു ട്രിപ്പ് പോണം. പക്ഷേ മധുവിധു അത് ഈ വീട്ടിൽ വെച്ച് മതി. ഇവിടെ വെച്ചായാലേ കൊള്ളേണ്ടവർക്ക് ശരിക്കും കൊള്ളും. ആ, അങ്ങനെ ആവട്ടളിയാ. എത്ര നേരമായി ഇത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്? എന്തൊരു കഷ്ടമാണിത്. എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല എന്നുണ്ടോ? സോറി. എന്ത് പറഞ്ഞാലും ഒരു സോറി അങ്ങ് പറഞ്ഞോളൂ, അപ്പൊ അത് തീർന്നല്ലോ. ഈ ചെയർ നേരെ ഇട്ടിട്ട് ഈ കിടക്കുന്ന പേപ്പർ എല്ലാം കൊണ്ട് അപ്പുറത്ത് കളഞ്ഞോണം കേട്ടോ.